നമസ്കാരം. നാലാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുൻപേ വർഗീയ പ്രസംഗങ്ങളുടെ തീവ്രത ഏറുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ശരീഅത്തിന്റെയും ഖുർആന്റെയും അടിസ്ഥാനത്തിലാകും ഭരിക്കുകയെന്ന് അമിത്ഷാ തെലങ്കാനയിൽ പ്രസംഗിച്ചു. വികസന വോട്ടും വോട്ട് ജിഹാദും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ഷാ പ്രസംഗിച്ചു. ബിജെപിക്ക് 400 സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുമെന്ന് വരെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നു. മോദി അംബാനിയെയും അദാനിയെയും രാഹുൽ ഗാന്ധിയുമായി ബന്ധിപ്പിച്ച് നടത്തിയ പരാമർശം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വർഗീയത ജയിപ്പിക്കുമോ? ഭിന്നിപ്പിച്ച് ജയിക്കാനോ? മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നത് എന്തിന്? തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിയന്ത്രിക്കാൻ പറ്റില്ലേ? ഈ ചർച്ചയിൽ ശ്രീ വി പി ശ്രീപത്മനാഭൻ BJP, ശ്രീ എ സമ്പത്ത് CPIM, ശ്രീ ഷാഫി ചാലിയർ മുസ്ലിം ലീഗ്, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ വി പി ശ്രീപത്മനാഭൻ. ഇന്ന് അമിത്ഷാ പ്രസംഗിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കും, ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുമെന്നൊക്കെയാണ്. കോൺഗ്രസ്സാണ് 1947 മുതൽ ഈ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഏറ്റവും അധികം കാലം ഭരിച്ചിട്ടുള്ളത് നമുക്കറിയാം. പതിറ്റാണ്ടുകൾ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് കോൺഗ്രസ് സമ്പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നത്. അവർ അധികാരത്തിലുള്ളപ്പോൾ എപ്പോഴെങ്കിലും ശരീഅത്ത് നടപ്പാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹത്തെ അപരവൽക്കരിക്കുക, ആ സമൂഹത്തെക്കുറിച്ചുള്ള ഭീതി ഭൂരിപക്ഷ സമൂഹങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ മാത്രമേ BJP ജയിക്കൂ എന്നുണ്ടോ? അല്ല, കോൺഗ്രസ് ശരീഅത്ത് നടപ്പിലാക്കിയിട്ടുണ്ടോയെന്നൊന്നും ചോദിക്കണ്ട. 1986 ഷാബാനു കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയെ മറികടന്നുകൊണ്ട് ശരീഅത്ത് നിയമപ്രകാരമുള്ള നിയമം പാർലമെൻറ്റിൽ പാസാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. തലേ ദിവസം ഇപ്പോഴത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട്, കോൺഗ്രസിൻ്റെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം, പാർലമെൻറ്റിൽ ആ സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം 1 മണിക്കൂറോളം നല്ല വൃത്തിയിൽ ആ നിയമത്തിൻ്റെ ആ സുപ്രീം കോടതി വിധിയുടെ പ്രസക്തിയും അതിൻ്റെ കാലികമായ ആവശ്യകതയെപ്പറ്റി കൃത്യമായി പ്രസംഗിച്ചു. പിറ്റേന്ന് രാത്രി ക്യാബിനറ്റ് മീറ്റിംഗ് കൂടി നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അദ്ദേഹം കോൺഗ്രസ് വിട്ടു. തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായത് അറിയാലോ. വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രമായി ബാധകമായിട്ടുള്ള സിവിൽ നിയമമാണ്. രാജ്യത്ത് ശരീഅത്ത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ഞാനും താങ്കളും അടക്കമുള്ള എല്ലാ ആളുകളും ജനാധിപത്യത്തിൽ നിന്ന് ശരീഅത്ത് നിയമത്തിന്റെ കീഴിൽ ജീവിക്കേണ്ടി വരുമെന്നാണ്. അത് രണ്ടും രണ്ടാണ്. അതല്ലാതെ വ്യക്തി നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തിയതൊന്നും അല്ല അമിത്ഷാ ഉദ്ദേശിച്ചത്. അമിത്ഷാ എന്താ ഉദ്ദേശിച്ചതെന്ന് അഭിലാഷ് വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അഭിലാഷിന് പറയാനുള്ളത് പറഞ്ഞോളൂ. അമിത്ഷാ ഉദ്ദേശിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ശരീഅത്ത് നടപ്പിലാക്കുമെന്നൊന്നും അല്ല. മുസ്ലിം വ്യക്തി നിയമം ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുമെന്നാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അത് 86 അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 100% സത്യമാണ്. 100% സത്യമാണ്. ഇനി മിസോറാമിലെ കോൺഗ്രസിൻ്റെ പഴയൊരു മാനിഫെസ്റ്റോ ഞാൻ പൊടിതട്ടി എടുത്ത് എൻ്റെ ഓഫീസിൽ കാണണം. പൊടിതട്ടി എടുത്ത് ഞാൻ കൊണ്ടുതരാം. ബൈബിൾ അടിസ്ഥാനത്തിലുള്ള സർക്കാർ വരും. മിസോറാമിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ബൈബിളിന് അടിസ്ഥാനത്തിലുള്ള ഭരണം വരുന്നുള്ള പഴയൊരു പ്രകടന പത്രികയുണ്ട്. ഞങ്ങളത് പണ്ട് എടുത്ത് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ച സംഗതിയാണ്. എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് ആ പ്രകടന പത്രിക. ഞാൻ വേണേൽ എടുത്തുകൊണ്ട് വരാം. അത് BJP ഇന്ത്യ മുഴുവൻ അച്ചടിച്ച് വിതരണം ചെയ്തതാണ്. അപ്പോൾ അതൊന്നും പറയണ്ട. കോൺഗ്രസിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഈ രാജ്യത്ത് എല്ലാവിധ തീവ്രവാദ ശക്തികളെയും വിഭാഗീയ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നൊരു നിലപാടാണ് കഴിഞ്ഞ കാല ചരിത്രം കോൺഗ്രസിൻ്റെ. അതുതന്നെയാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അമിത്ഷാ ഉദ്ദേശിച്ചത് നിങ്ങൾ വ്യാഖ്യാനിക്കും പോലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും മുസ്ലിം ശരീഅത്ത് നിയമം ബാധകമാക്കുന്നല്ല. ഈ രാജ്യത്തെ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റിയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ കാസർഗോഡ് രാജ്നാഥ് സിംഗ് വന്ന് പ്രസംഗിച്ചു, ഞാനാ തർജ്ജമ ചെയ്തത്. വണ്ടൂരിൽ ഹേമന്ത് ബിശ്വ ശർമ്മ വന്ന് പ്രസംഗിച്ചു, ഞാനാ തർജ്ജമ ചെയ്ത്. കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏകീകൃത സിവിൽ നിയമത്തിന് സമയമായി. ഇത്തവണ BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരും. അത് ഞങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് വന്നാൽ അവർ ഇവിടെ ശരീഅത്ത് അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമമായിരിക്കും മുസ്ലിം സമൂഹത്തിൽ നടപ്പിലാക്കുക. അത് ഞങ്ങൾ അതിനെതിരാണ്. ഞങ്ങൾ ഏകീകൃത സിവിൽ നിയമത്തിന് അനുകൂലമാണ്. ഞങ്ങൾ മുത്തലാഖ് നിരോധിച്ചവരാണ്. അതാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. അല്ല, അവിടെ മാനിഫെസ്റ്റോയിൽ തന്നെ ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യം BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണെന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങൾ ഇതേ അമിത്ഷാ തന്നെ ഇതേ പ്രസംഗത്തിൽ പറയുന്നു.
വികസന വോട്ടും വോട്ട് ജിഹാദും തമ്മിലുള്ള പോരാട്ടമാണ് ഇത് എന്ന് ഒരു ബൈനറി ഉണ്ടാക്കാണ്. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ശരീഅത്ത് നടപ്പാക്കും, കോൺഗ്രസ് വന്നാൽ ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കും, കോൺഗ്രസ് വന്നാൽ ക്രിക്കറ്റ് ടീമിനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യും, കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ 2 കാളകളിൽ ഒരു കാളയെ എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കെട്ടുതാലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. നോക്കൂ, 1ാം ഫേസ് കഴിഞ്ഞത് മുതൽ ഇങ്ങോട്ട് BJP നേതാക്കൾ, പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ പ്രസംഗിക്കുന്ന കാര്യങ്ങളാണിത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആലോചിച്ച് നോക്കണം, ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ പ്രസംഗിക്കുന്ന കാര്യങ്ങളാണിത്. 10 വർഷം ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്യാരണ്ടി പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് പോയ ആളുകൾ ഇപ്പോൾ ഇതാണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് എന്തൊരു വൈരുദ്ധ്യമാണ്. അഭിലാഷേ, ഇന്ന് വടകര SP ഓഫീസിലേക്ക് മാർച്ച ആരെന്നറിയോ? UDFന്റെ യുവജന സംഘടനകളുടെ. ഇന്ന് വടകര SP ഓഫീസിലേക്ക് UDFന്റെ യുവജന സംഘടനകളുടെ മാർച്ച. എന്താ അറിയോ? ശൈലജ കാഫിറാണ്, ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത് എന്ന് UDFകാർ പ്രചരിപ്പിച്ചു എന്ന് LDFകാർ പറഞ്ഞത്ര, അല്ലെ LDFകാർ പ്രചരിപ്പിച്ചത്രേ. അതിന് കേസെടുക്കണം. അങ്ങനെ പ്രചരിപ്പിച്ച UDFകാർ പറയാത്ത സംഗതി LDFകാർ പറഞ്ഞുവെന്നും അതുകൊണ്ട് അത് പറഞ്ഞവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള UDFന്റെ യുവജന സംഘടനകളുടെ മാർച്ച. അഭിലാഷ, ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം. ഞാൻ വടകരയുടെ ബോർഡറിൽ താമസിക്കുന്ന ആളാണ്, കോഴിക്കോടാണ് വോട്ടെങ്കിലും. വടകരയിൽ പറഞ്ഞത്ര വർഗീയത ഇന്ത്യയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും പറഞ്ഞിട്ടില്ല. വടകരയിൽ പറഞ്ഞത്ര വർഗീയത ഇന്ത്യയിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, വടകരയിലെ BJPയുടെ സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചാൽ വടകര അസംബ്ലി ലോക്സഭാ മണ്ഡലത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സർക്കാർ നടപടിയെടുക്കണം എന്ന് ഞങ്ങൾ ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വടകര പറഞ്ഞത്ര വർഗീയതയൊന്നും ഇന്ത്യയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഞങ്ങൾ വികസനമാണ് പറഞ്ഞത്. എവിടെ വെച്ചിട്ടാണ് മാറിയത്? രാഹുൽ ഗാന്ധിയുടെ ഏപ്രിൽ മാസം 6-ാം തീയതി ഹൈദരാബാദ് പ്രസംഗം, സൽമാൻ ഖുർഷിദിന്റെ ഉത്തർപ്രദേശിലെ പ്രസംഗം, ലാലു യാദവിന്റെ പ്രസംഗം, അല്ലേ, മുസ്ലിം സംവരണം നടപ്പിലാക്കുമെന്ന ലാലു യാദവിന്റെ പ്രസംഗം. പിന്നെ അത് ലാലു ഉരുണ്ടു. അപ്പൊ ഇവരൊക്കെയാണ് ഇത് മാറ്റിയത്. ഇവരിത് മാറ്റിയപ്പോൾ ഞങ്ങൾ അതിന് മറുപടി കൊടുത്തു. അതിലൊരു തർക്കമില്ല. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഇവരായിട്ടാണ് ഇത് തുടങ്ങി വെച്ചത്. അത് ഞങ്ങൾ ഏറ്റുപിടിച്ചു, മറുപടി കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് ഇനിയും പറയുകയും ചെയ്യും. ശരി, അങ്ങനെയാണ് BJP അതിനെ വിശദീകരിക്കുന്നത്. ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾ പറഞ്ഞതിനെ ഏറ്റുപിടിച്ച് മറുപടി പറയുകയാണ് എന്ന് മറിയം ആൽവി എന്ന സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, സൽമാൻ ഖുർഷിദ് ആലം ഖാന്റെ കുടുംബാംഗമാണ് ആദ്യമായി ഈ വോട്ട് ജിഹാദ് എന്ന പരാമർശം ഉന്നയിക്കുന്നത്. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ദിവസം അടക്കം എത്ര തവണ ഇപ്പോൾ വോട്ട് ജിഹാദ് എന്ന് ആവർത്തിച്ചു നോക്കൂ. ഇന്ന് തെലങ്കാനയിൽ അമിത്ഷാ പറഞ്ഞതും വോട്ട് ജിഹാദിനെ കുറിച്ചാണ്. അപ്പോൾ ജിഹാദ്, ഖുർആൻ, ശരീഅത്ത് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഡിവൈഡറായി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ക്യാച്ച് ചെയ്യുന്ന സംഗതിയായി പ്രയോഗിക്കപ്പെടുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ഒരു ദൗർഭാഗ്യകരമായ ദശയിലാണ്. അതിന് വളമിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് ആയുധം കൊടുക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളാണോ? അല്ല, ഇത് കർണാടക ആവർത്തിക്കുന്നു. കർണാടക തെരഞ്ഞെടുപ്പിന്റെ അവസാന രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും JP നദ്ദയും യോഗി ആദിത്യനാഥും ഇറങ്ങി ഹനുമാന്റെ പേരും പറഞ്ഞ് കടുത്ത വർഗീയ പരാമർശങ്ങൾ ഉടനീളം കർണാടകയിൽ ഇറക്കി. അന്ന് നമ്മൾ ചർച്ചയ്ക്കിരുന്നതാണ്. ഏറ്റവും കൂടുതൽ ബാബരി മസ്ജിദ് തകർക്കാൻ കർഷകർ പോയ ഒരു സ്റ്റേറ്റാണ് കർണാടക എന്നും, അവിടെ വർഗീയതക്ക് വലിയ മൈലേജ് ഉണ്ടെന്നും, അതുകൊണ്ട് കർണാടക BJP കണ്ട് തൂത്ത് വാരിക്കളയും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ കർണാടകയിലെ ഹൈന്ദവ ജനതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ കനത്ത രീതിയിൽ BJPയെ പ്രഹരിച്ചു. ഇപ്പോഴും കോൺഗ്രസിന്റെ ഭൂരിപക്ഷം അവിടെ എണ്ണിക്ക കഴിഞ്ഞിട്ടില്ല. BJP അന്ന് തുടങ്ങിയ തല്ല, പരസ്പരം അങ്ങോട്ട് തല്ലും ഇങ്ങോട്ട് തല്ലും. അവസാനം നാണം കെട്ടി 400 പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തരും വേണ്ടി വോട്ട് ചോദിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി. ഇതിലും വലിയൊരു നാണക്കെട്ട ചരിത്രം എന്താണ്? അപ്പൊ സംഗതി കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു. ഈ വർഗീയ കാർഡ് കൊണ്ട് എല്ലാ കാലത്തും അങ്ങോട്ട് ജയിച്ചു കയറാൻ കഴിയില്ല എന്ന് തോന്നി. BJP 200 സീറ്റ് പോലും കടക്കില്ലെന്ന കൃത്യമായ പല പ്രീപോളും അതുപോലെ തന്നെ പല സർവേകളും വളരെ കൃത്യമായി പറഞ്ഞു. ഉദാഹരണത്തിന് ശിവസേനയുടെ നേതാവ് എന്താണ് അദ്ദേഹത്തിന്റെ പേര്, സാമ്ന പത്രത്തിൽ എഴുതിയ ഒരു സഞ്ജയ് റാവത്ത്, അദ്ദേഹം പറഞ്ഞത് 180 സീറ്റ് BJP
പിടിക്കുകയാണെങ്കിൽ 180 സീറ്റിന്റെ മേലൊരു സീറ്റ് പിടിക്കുകയാണെങ്കിൽ ഞാൻ ശിവസേനയിൽ നിന്ന് രാജിവെച്ച് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് ചായ കൊണ്ടുകൊടുക്കുന്ന പിയൂൺ പണിയെടുക്കുന്നവർ. അതിന് കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കയ്യിൽ. കാരണം നമുക്ക് ഓരോ സ്റ്റേറ്റ് നമുക്ക് എടുക്കല്ലോ. കേരളത്തിൽ നിന്ന് എന്താ കിട്ടുക, തമിഴ്നാട്ടിൽ നിന്ന് പേർക്ക് എന്താ കിട്ടുക, കർണാടകയിലെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മഹാരാഷ്ട്ര UP കഴിഞ്ഞ ഏറ്റവും വലിയ സീറ്റുകളിലാണ്. ഡെക്കാൻ ഹെറോൾഡിന്റെ സർവ്വ വന്നിരിക്കുന്നല്ലോ. 70% മേലെ തൂത്തുവരുന്നാണ് മഹാഘട് സഖ്യം പറയുന്നത്. ബംഗാളിലെ സ്ഥിതി എന്താണ്? ബംഗാളിൽ 18 സീറ്റ് ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ അതിന് ശേഷം അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി 18 സീറ്റിൽ 15 BJP ബാക്കോട്ട് പോയി. 3 സീറ്റിലാണ് നിലനിൽക്കുന്നത്. അവിടെ കഷ്ടിച്ച് വെള്ളം കുടിക്കുക. ഹോപ്പ് ഇന്ത്യ TV, സുദർശൻ TV വരെ പറയുന്നത് എത്രയാണ്? 7 തൊട്ട് 11 വരെ സീറ്റ് എന്നാ. നിലവിലുള്ള 18 കുറിച്ച് പോലും പറയുന്നില്ല. അതുപോലെ ഡൽഹിയിൽ നിന്ന് ഇവർ വരുമോ, പഞ്ചാബിൽ നിന്ന് വരുമോ, UPയും ഗുജറാത്തും മുഴുവൻ BJPന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ പോലും 200 എങ്ങനെ തികയ? ചിത്രമാകാൻ മാറിയാണ്. അതുകൊണ്ട് പിടുത്തം വിട്ട പരാമർശങ്ങളാണ്. എന്തു പറഞ്ഞു കളയാം. ഇതൊക്കെ വ്യത്യസ്തമായ ലോകത്തിലെ വ്യത്യസ്ത ഭാഷകളിൽ ലോകം മുഴുവൻ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം വിരുദ്ധത വിറ്റ് എന്ത് ചെയ്യുക, ഈ ആളുകളെ അലക്കിമറിക്കുക. അതൊക്കെ എല്ലാ കാലത്തും നടക്കുമത്. മാത്രമല്ല, ഇതിൽ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ പറയുന്നത്? എല്ലാ നാട്യജാതിക്കാരെയും ദുർബല വിഭാഗക്കാരെയും OBCക്കാരെയും പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന 10-20% ഒരു വർഗമാണ്. അവരെ ഒന്ന് പരാമർശിച്ചു. അല്ലാതെ വേറെ എന്താ ഉള്ളത്? ഇന്ത്യയിൽ പിന്നെ ആദിവാസികളെക്കാളും കഷ്ടമാണ് മുസ്ലിങ്ങൾ എന്ന റിപ്പോർട്ട് സജീന്ദ്ര സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഈ ഇന്ത്യയിൽ നിലനിൽക്കുക. അങ്ങനത്തെ ഒരു സമൂഹത്തെ ഈ രാജ്യത്തിലെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രകടന പത്രികയിൽ അവരുടെ പിന്നാക്കാവസ്ഥക്ക് പരിഹാരം കാണാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മുസ്ലിം മത നിയമം കൊണ്ടുവരുന്നു, ശരീഅത്ത് കൊണ്ടുവരാൻ പോകുന്നു. ഇപ്പൊ വേറൊന്ന് പറഞ്ഞു, ബാബരി പൂട്ട് 22 അയോധ്യ ക്ഷേത്രത്തിൽ ആലോചിച്ചു. എന്തും പറഞ്ഞു കളിയാണ് അല്ലേ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ അംബാനി അദാനിയെ കുറിച്ച് ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ട്. ശരി, അതിലേക്ക് ഞാൻ വരാം. ശ്രീ A സമ്പത്ത്, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ ക്ഷേത്രത്തിന് താഴിടും എന്ന് പോലും പറയുന്നു. ആര് പറയുന്നു? പ്രധാനമന്ത്രി അമിത്ഷായും പറയുന്നു. അപ്പോൾ രാജ്യത്തെ നയിക്കുന്ന ആളുകൾ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അയോധ്യ ക്ഷേത്രം ഇല്ലാതെയാകും, അതിന് ബാബറയുടെ പൂട്ടിടും, നിങ്ങളുടെ കെട്ടുതാലി, നിങ്ങളുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കെട്ടുതാലി പൊട്ടിക്കും, അത് ഈ കൂടുതൽ സന്താനം ഉണ്ടാക്കുന്ന വിഭാഗത്തിന് കൊടുക്കും, തുടങ്ങി ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത വിധത്തിലുള്ള വർഗീയത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഗുണപരമായി, അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം നേടുന്ന വിധത്തിൽ എന്നൊക്കെയുള്ളത് ശരിയാണെങ്കിൽ പോലും ഇത്രയും പ്രകടമായ വർഗീയത ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നറേറ്റീവ് ആവുന്നത് അഭൂതപൂർവമാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അഭിലാഷേ, നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നവരും എല്ലാം ജനിക്കുന്നതിന് വളരെ മുമ്പ്, ഉദ്ദേശം ഒരു ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ്, അതിനൊരു 8-10 വർഷത്തിൻ്റെ ഒരു കുറവുണ്ടാവും, അന്നത്തെ ജർമ്മനിയിൽ റീസ്റ്റാഗിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അതെല്ലാം റെക്കോർഡിലുള്ളത് തന്നെയാണ്. എനിക്ക് കുടുംബമില്ല, എനിക്ക് മക്കളില്ല, ഞാൻ ജർമ്മനിയിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്, ജർമ്മനിയിലെ യുവതയ്ക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വോട്ടഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മെയ് 1 എന്നുള്ളത് ഈ ജർമ്മനിയിലെ പണിയെടുക്കുന്ന വിഭാഗം ജനങ്ങളുടെ പൊതു ഒഴിവ് ദിനമായി പ്രഖ്യാപിക്കുകയും ജർമ്മനി പണിയെടുക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രമായി മാറുകയും ചെയ്യും. തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മറ്റൊന്ന്, ജർമ്മനിയിലെ സ്ത്രീകളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നാസി പാർട്ടി റീസ്റ്റാഗിൽ അത്തരത്തിൽ ഞങ്ങൾ പെരുമാറുക, ഞങ്ങളുടെ നിയമങ്ങൾ അങ്ങനെയായിരിക്കും. തീരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് പ്രകടമായി തന്നെ പുറത്തു വരുന്നു. ഇവിടെ RSSൻ്റെ പ്രഖ്യാപിതമായ വിശുദ്ധ ഗ്രന്ഥമായ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതിനെ വിപുലീകരിച്ച് ഇപ്പോൾ 5 എമ്മുകളായി മാറിയിട്ടുണ്ട്. അതിൽ മുസ്ലിങ്ങൾ, മിഷണറിമാർ, മാർക്സിസ്റ്റുകൾ, മെക്കാളയിസ്റ്റുകൾ, മെറ്റീരിയലിസ്റ്റുകൾ എന്നുള്ള നിലയിലേക്കെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങേറ്റത്തെ വിദ്വേഷം, വെറുപ്പ്, വിഭാഗീയത, അത്തരത്തിൽ മനുഷ്യൻ്റെ മനസ്സുകളെ വിഭജിക്കുന്ന നിലയിലേക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് ഇതെല്ലാം നടത്തുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങൾ 1930കളുടെ ആരംഭത്തിൽ എന്തായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞത് എന്നും അത് കഴിഞ്ഞ് കൃത്യമായി എങ്ങനെയാണ് മൂർഖൻ പാമ്പ് ഫണം വിടർത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്, അങ്ങേറ്റത്തെ വംശീയ വെറിയിലേക്ക് മാറിയത്, യഹൂദന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ട്, സോഷ്യലിസ്റ്റുകളെ കൂട്ടത്തോടെ പിടികൂടി കൊലപ്പെടുത്തിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ വകവരുത്തിക്കൊണ്ട്, ട്രേഡ് യൂണിയനിസ്റ്റുകളെ വകവരുത്തിക്കൊണ്ട്. ഓർമ്മയുണ്ടല്ലോ, അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ സോഷ്യലിസ്റ്റുകളെ അവർ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. അവർ യഹൂദന്മാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഞാനിതൊന്നും ആയിരുന്നില്ല. എന്നാൽ എന്നെ തേടി വന്നപ്പോൾ ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് രണ്ടാം ലോക മഹായുദ്ധാനന്തരം പിന്നീട് അത്തരത്തിൽ ഒരു പാസ്റ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം പോലെ ഒരു കവിത വന്നതറിയാമല്ലോ. ഇവിടെ ഈ ഗോൾ പോസ്റ്റുകൾ, ശ്രീ മോദി വളരെ കൃത്യമായി ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം പറയും, മറ്റൊരു കാര്യം ചെയ്യും, മറ്റൊരു കാര്യം പറയും, വേറൊരു കാര്യം ചെയ്യും. എല്ലാ പഴികളും മറ്റുള്ളവർക്കാണ്. അത് പ്രതിപക്ഷത്തിനാണ്, മറ്റുള്ളവർക്കാണ്. ഈ രാജ്യത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ കോടതി ഉത്തരവിനെ പോലും പരസ്യമായി നിന്ദിക്കുന്ന നിലയിലേക്ക് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുക എന്ന് പറഞ്ഞാൽ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൻ്റേതാണ് ഞാൻ അത്തരം കാര്യത്തിൻ്റെ പറഞ്ഞത്. സുപ്രീം കോടതി അവിടെ സൂചിപ്പിച്ചത്, ഞാൻ വർഗീയതയുടെ ഇടയിലാണെങ്കിലും ഇതൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. എന്തുകൊണ്ട്? ഇന്ത്യയുടെ സമീപകാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്നുള്ളത് അങ്ങനെ അഴിമതി വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയും നിയമപരമാക്കുന്നതിന് വേണ്ടിയും ഭരണഘടനാപരമാക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമത്തെയാണ് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കിയത്. അതിനെ അടക്കം ന്യായീകരിക്കാനായി വരിക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ശരി, ഓക്കെ, അതാണ് CPM ടേക്ക്. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തിരഞ്ഞെടുക്കുന്നത് BCCI നിയോഗിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലില്ല. ഭരണകൂടം ഇടപെട്ടു എന്ന് കണ്ടാൽ BCCIയുടെ അംഗീകാരം ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ റദ്ദാക്കും. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിയോഗിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. അതിലൊരു പൊളിറ്റിക്കൽ ഇടപെടൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും ഒരു സർക്കാർ നിങ്ങൾ ഇന്ന ആളെ എടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അംഗീകാരം റദ്ദാക്കും. നമുക്ക് പിന്നെ ഫുട്ബോൾ അന്താരാഷ്ട്ര തലത്തിൽ കളിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് കായിക ടീമുകളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ് കായിക ടീമുകളിൽ, ക്രിക്കറ്റ് ടീമിലൊക്കെ പ്രത്യേക മതവിഭാഗക്കാരെ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ എടുക്കും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കുത്തി നിറച്ചുള്ള ഒരു ക്രിക്കറ്റ് ടീമോ അല്ലെങ്കിൽ ഫുട്ബോൾ ടീമോ ഒക്കെ ഇന്ത്യ ഉണ്ടാക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്ന് പ്രധാനമന്ത്രി പറയുന്ന നില എന്ന് പറയുന്നത് ആശ്ചര്യജനകമാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നു? ശ്രീ അഭിലാഷ്, അത് സംഭവിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ മാസം മധ്യത്തിൽ ഇന്ത്യ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് വരെ വിദ്വേഷ പ്രസംഗങ്ങളുടെ സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ പോയിന്റാണ് ഏറ്റവും അധികം തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് ഏറ്റവും അധികം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഇതെല്ലാം തന്നെ വികസന മുദ്രാവാക്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ 9ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്ന ഭാരതത്തെ മോദിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി ഭാരതത്തെ. അതിന് 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടി. അത് മാത്രമല്ല, നമ്മൾ നേടിയ എല്ലാ വികസന നേട്ടങ്ങളും, സ്പേസിൽ വന്ന നേട്ടങ്ങൾ, മറ്റ് റിസർച്ച് രംഗത്ത് നടന്ന നേട്ടങ്ങൾ എല്ലാം തന്നെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷയാണ്, ഒരു വികസന പ്രതീക്ഷ തന്നെയാണ്. ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തെ പ്രതിഷ്ഠിക്കും എന്ന ഒരു ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി വോട്ടിൻ്റെ രൂപത്തിൽ വേണ്ട രീതിയിൽ ചിലവായില്ല എന്ന ഒരു തോന്നൽ, ആ തോന്നൽ വന്നതുകൊണ്ടാണ് 1ാം ഘട്ടത്തിനും 2ാം ഘട്ടത്തിനും ഇടയിൽ ചെറിയ പിച്ചിൽ ഒരു വർഗീയ പരമായ പരാമർശങ്ങൾ തുടങ്ങിയത്. അത് 2നും 3നും ഇടയ്ക്ക് ഉച്ചസ്ഥായിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പം 3ാം ഘട്ടം കഴിഞ്ഞ് നിന്ന് ഇപ്പോൾ 4ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇതാ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഴുവനായി ഇസ്ലാമികവൽക്കരിക്കും, അല്ലെങ്കിൽ ടീം പോലും ഒരു പ്രത്യേക മതസ്ഥരെ കുത്തിനിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരുമെന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് കൊടുക്കുമ്പോൾ, ഇത് പറയുന്നത് പ്രതിപക്ഷത്തെ, ഇത് പറയുന്ന ഭരണകക്ഷിയുടെ നേതാക്കളാരുമല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ ഒരു നറേറ്റീവ് കൊടുക്കുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശ്രീ നരേന്ദ്രമോദി ഒരു ഹാഫ് ചാൻസുകളെ പോലും ഫുൾ ചാൻസായി മാറ്റിയെടുക്കുന്നു. നമ്മൾ കണ്ടതാണ് ചായ്വാല പരാമർശം. അപ്പോൾ അത് ചായ് പേ ചർച്ചയിലേക്കും വലിയ ഒരു വെയ്വിലേക്കും 2014 അത് ഉണ്ടായിരുന്നു. ചായ് പേ ചർച്ച ഒരു ഉദാഹരണം, അന്ന് മണിശങ്കർ അയ്യരുടെ ഒരു പരാമർശം. പക്ഷെ ഇപ്പോൾ ആവർത്തിച്ച് എല്ലാ ദിവസവും ഉണ്ടാവുന്ന ഈ പരാമർശങ്ങൾ എന്തെങ്കിലും ചലനം സൃഷ്ടിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഗ്രൗണ്ടിൽ അതിന്റെ എന്തെങ്കിലും ഇലയാനക്കങ്ങൾ കാണുന്നുണ്ടോ?
ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പറയുന്ന ഒരു പരാമർശങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ കോൺഗ്രസിന്റെ വലിയ നേതാവ് സൽമാൻ ഖുർഷിദിന്റെ റിലേറ്റീവാണ് മറിയം ആലം ഖാൻ. മറിയം ആലം ഖാൻ ഒരു വീൺവാക്ക് പറഞ്ഞു, വോട്ട് ജിഹാദ് എന്നൊരു വാക്ക് ഉച്ചരിച്ചപ്പോൾ അതിൽ അതിസമൃദ്ധമായി കയറി പിടിക്കുന്നു. തെറ്റൊന്നും പറയാനാവില്ല. പക്ഷെ അതിനെ ഒന്ന് വ്യാപകവൽക്കരിച്ചു. സമാജ്വാദി പാർട്ടിക്കാരിയായ ഖുർഷിദ് ആ വനിത പറഞ്ഞ ഒരു കാര്യത്തെ കോൺഗ്രസിൻ്റെ ഒരു തട്ടകത്തിൽ കൊണ്ട് കെട്ടുകയും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പരാമർശം നടത്തുകയും ചെയ്തു. അത് മാത്രമല്ല സാം പിത്രോയുടെ പരാമർശം ഒരു ലൈറ്റ് വെയിനിൽ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് വടക്കേ ഇന്ത്യക്കാർ ആര്യന്മാരെ വെള്ളക്കാരെ പോലെയും പടിഞ്ഞാറൻ ഇന്ത്യക്കാർ അറബികളെ പോലെയും എന്നുള്ളതെല്ലാം പറഞ്ഞത് തമസ്കരിച്ചുകൊണ്ട് തെക്കേ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ്, കിഴക്കേ ഇന്ത്യക്കാർ ചൈനക്കാരെ പോലെയാണ് എന്ന് പറയുന്നതിനെ ഒരു വംശീയ അധിക്ഷേപമായി കണ്ടുകൊണ്ട് വലിയ പ്രചരണം കൊടുക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീ അഭിലാഷ് ഫണ്ടമെന്റൽ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി തയ്യാറല്ല എന്നതിന് സൂചനയാണ്. പക്ഷെ ഒരു ഫണ്ടമെന്റൽ വിഷയം ഇവിടെ വന്നു. അത് ശ്രീ രാഹുൽ ഗാന്ധി വർഷങ്ങളായി ഉയർത്തിയ അദനി അംബാനി വിഷയമാണ്. അദനി അംബാനിയെക്കുറിച്ച് എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പരാമർശവും നടത്തുന്നില്ല? ലോറിയിൽ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ച് അത് രാഹുൽ ഗാന്ധിക്ക് നൽകിയത് കൊണ്ടാണോ, കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയതുകൊണ്ടാണോ എന്ന രീതിയിൽ ശ്രീ നരേന്ദ്രമോദി ഒരു പരാമർശം നടത്തുമ്പോൾ അതിനെ കോൺഗ്രസ് തീർച്ചയായും കൗണ്ടർ ചെയ്യുന്നു. ഒരിക്കൽ കൂടി കോർപ്പറേറ്റ് ചങ്ങാത്തം അല്ലെങ്കിൽ ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം ഒരിക്കൽ കൂടി ചർച്ചയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് വിജയിച്ചു. എനിക്ക് തോന്നുന്നു അതൊരു വജ്രായുധമായി ഇന്ത്യ മുന്നണിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിനേക്കാൾ വലിയ വജ്രായുധമാണ് യഥാർത്ഥത്തിൽ ഈ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ടുണ്ടായ അങ്കലാപ്പ്. അതിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ കൊണ്ടുവരുന്നത്, മുസ്ലിം സമുദായത്തെ കൊണ്ടുവരുന്നത് തന്നെ ഒരുപക്ഷെ സമ്പന്നത്തെ മറികടക്കാൻ വേണ്ടി. ചാർ സൗ പാർ എന്ന് പറയുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റുന്ന വിധത്തിലായാൽ OBC അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭീതി ഗ്രൗണ്ടിലുള്ളതിനെ മറികടക്കാനാണ് വലിയ തോതിൽ മുസ്ലിം ഭീതി ഉണ്ടാക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. ഞാൻ വരാം. ശ്രീ അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, ആദ്യത്തെ ഘട്ടത്തിൽ, രണ്ടാമത്തെ ഘട്ടത്തിൽ, മൂന്നാമത്തെ ഘട്ടത്തിൽ, 3 ഘട്ടത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. സാധാരണ നിലയിൽ ഒരു 400-നപ്പുറം പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ട ഉത്സാഹം എവിടെയുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല, ഇതുവരെ BJP പക്ഷത്ത് അടിയുറച്ചു നിന്നിരുന്ന മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ പതുക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ പറ്റുന്നില്ല എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു. മൊത്തത്തിലൊരു നെർവസ്നെസ് ഉണ്ടോ? ആർ യു എ ലിറ്റിൽ നെർവസ് എന്ന് ഇന്നലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് ചോദിച്ചു. ഈ പറഞ്ഞ ഡെസ്പറേഷൻ ആണോ ശരിക്കും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ വാക്കിലും ശരീരഭാഷയിലും പ്രതിഫലിക്കുന്നത്? അഭിലാഷേ, ഞാൻ 2 ചർച്ചയിൽ, ഒന്ന് താങ്കളുമായിട്ടുള്ള ചർച്ചയിൽ, മറ്റൊന്ന് മനോരമയിൽ നിഷയുമായിട്ടുള്ള ചർച്ചയിൽ, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം. ഈ ഇലക്ഷൻ 1960-കളും 50-കൾക്കും ശേഷം നടക്കുന്ന വൺ സൈഡഡ് ഇലക്ഷനാണ്. ഞാൻ അഭിലാഷിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ആ വീഡിയോ ഇപ്പോഴും എൻ്റെ മൊബൈലിലുണ്ട്. നിഷയോടും ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ പത്രക്കാർക്ക് ഒരു ബോറിംഗ് ഇലക്ഷൻ ആയിരിക്കും, ഇത് വൺ സൈഡഡ് ഇലക്ഷനാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എന്താ കാരണം? ആൻറ്റി ഇൻക്യുംപൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ടു പോളിംഗ് പെർസെൻറ്റേജ്. ദി ഹയർ ആൻറ്റി ഇൻക്യുംപൻസി, ദി ഹയർ പോളിംഗ് പെർസെൻറ്റേജ്. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ദേ കം ഇൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് വോട്ട്. അതായത് ഈ മാറ്റണം, ഇവനെ വിടരുത്, ഇവനെ ഒഴിവാക്കണം, ഇനി ഇവൻ്റെ കയ്യിൽ രാജ്യം കൊടുത്താൽ രാജ്യം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഒന്നായി വന്ന് വോട്ട് ചെയ്യും. ഇത്തവണ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാവരും കോൺഫിഡൻ്റ് ആണ് മോഡി വിൽ കം ബാക്ക് വിത്ത് തമ്പിങ് മെജോറിറ്റി. പിന്നെ 1, 2, ഞങ്ങളൊരു കാഡർ പാർട്ടിയാണ്. ഞങ്ങളെ വോട്ടർമാരെ മുഴുവൻ ഞങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാറ്റാൻ വേണ്ടി മെനക്കെടുന്നവരുടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടില്ല. അതിന് ഞങ്ങളല്ല ഉത്തരവാദി. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കണക്കുണ്ട്. ഞാൻ 2 ഉദാഹരണം കൂടി പറയാം. ഞാൻ മധ്യപ്രദേശിലെ BJP പ്രവർത്തകർ, അവിടുത്തെ MLA എൻ്റെ സുഹൃത്താണ്, 1-ലധികം MLA എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ വിളിച്ചു. അവർ പറഞ്ഞു, കോൺഗ്രസിൻ്റെ അവസ്ഥ മധ്യപ്രദേശിൽ പാത്തറ്റിക്കാണ്, ദയനീയമാണ്. അവിടെ ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലിച്ച് BJP ചേർന്നു. അവിടെ കോൺഗ്രസിന് കാൻഡിഡേറ്റ് ഇല്ല. പല മണ്ഡലങ്ങളിലും സാമ്പത്തികമായ ഇല്ലായ്മ കാരണവും പ്രവർത്തകരുടെ ദൗർബല്യം, എന്താ പറയുക, പ്രവർത്തകരുടെ ഇല്ലായ്മ കാരണവും കോൺഗ്രസിന് മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. 19 കൊല്ലം പ്രതിപക്ഷത്തിരുന്നിട്ട് ഇത്തവണ ഭരണം കിട്ടുമെന്ന് മോഹിച്ചപ്പോൾ ഇത്തവണ കനത്ത പരാജയമാണ് നേരിട്ടത്.
ആലോചിച്ച് നോക്കണം. 18-ൽ മധ്യപ്രദേശ് ജയിച്ച ആവേശത്തിലാണ് ഇവർ 19-ൽ വലിയ ജോറാക്കിയത്. ഞാൻ ഗുജറാത്തിൽ എൻ്റെ BJP സുഹൃത്തുക്കളെ വിളിച്ചു. ദയനീയത്തെക്കാൾ മോശം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വിളിക്കണം കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ അവസ്ഥ. കാരണം സൂറത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ സെന്ററിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് പിൻവലിച്ച് BJP ചേർന്നു. എന്താ? ആളില്ല വോട്ട് പിടിക്കാൻ, കൂടെ നടക്കാൻ ആളില്ല. കോൺഗ്രസ് ദയനീയമായ അവസ്ഥയിലാണ്. ഒറീസയിലെ പുരിയിൽ സംബിത് പാത്ര, നോക്കൂ, സംബിത് പാത്ര BJPയുടെ ദേശീയ വക്താവാണ്. അതിമനോഹരമായ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കോൺഗ്രസിനെ ഡൽഹിയിൽ ഇരുന്ന് തകർക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇന്ന് കോൺഗ്രസിന്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവലിച്ചു, അവർ പോയി, അവർക്ക് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ്. കോൺഗ്രസിന് ആയിക്കോട്ടെ, ആരോ ഒരാളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്, ഇതാണ് അവസ്ഥ. ഇനി ഞാൻ പറയാം, മുംബൈ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഞ്ജയ് നിരുപം, മുൻ MP, ശിവസേന ഷിൻഡെ ഗ്രൂപ്പിൽ ചേർന്നു. ഗോവിന്ദ, മുൻ MP, ശിവസേന ഷിൻഡെ ഗ്രൂപ്പിൽ ചേർന്നു. അതായത് കോൺഗ്രസിന്റെ മാധ്യമ കൺവീനർ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മാധ്യമ കൺവീനർ രാധാ ഖേരെ BJPയിൽ ചേർന്നു. ശേഖർ സുമൻ, സിനിമാ രംഗത്തു നിന്നും കോൺഗ്രസിന്റെ ആ ബോളിവുഡിലെ കോൺഗ്രസിന്റെ മുഖം, BJP ചേർന്നു. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയാണ്. ഞാൻ സാധാരണ പ്രവചനങ്ങൾ നടത്താറില്ല. ഇന്ന് ഞാൻ ഒറ്റും കൂടി പറയാം. ബാരാമതിയിലെ BJPയുടെ അവിടുത്തെ ഇൻചാർജ് അവിനാഷ് മോട്ടയുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, അവിടെ 2 മകളും ഇളയമ്മയും തമ്മിലാണ് മത്സരം, എന്താ സ്ഥിതി ചോദിച്ചു. അവിടെ മറ്റേ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സൂളെ അവിടെ വെള്ളം കുടിക്കുക. ശരത് പവാർ ആ മണ്ഡലത്തിൽ പുറത്തു പോകുന്നില്ല. മധ്യപ്രദേശിൽ ചിന്ദ്വാരയ്ക്ക് പുറത്തു പോകുന്നില്ല കമൽനാഥ്. എന്താ കാര്യം? മകൻ അവിടെ വെള്ളം കുടിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ ദയനീയമാണ്. പിന്നെ ലീഗിനോട് ഒരു കാര്യം പറയാം, നിങ്ങളെ കൊടി കെട്ടാൻ സമ്മതിച്ചോ? ഒരു വയനാട്ടിൽ നിങ്ങളെ കൊടി കെട്ടാൻ സമ്മതിച്ചോ? ഈ കോൺഗ്രസ് ജയിക്കും പറഞ്ഞ് വിശ്വസിച്ച് നടക്കുക. നിങ്ങൾ ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്? നിങ്ങളെ കൊടി കെട്ടാൻ സമ്മതിക്കാത്തവരാ ഓര് ജയിക്കും പറഞ്ഞിട്ടൊന്നും. പിന്നെ ഒന്നും കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. ശശി തരൂര് എന്താ പറഞ്ഞത്? വിമാനം കയറാൻ ക്യൂ നിൽക്കുമ്പം ഞാനാ ഗൗതം അഡാനിയെ വിളിച്ചോണ്ട് വന്നത് വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിന്ന്. അപ്പോൾ കോൺഗ്രസിന് കോർപ്പറേറ്റ് ആയിട്ട് ഒന്നും ഒരു ബന്ധമില്ല അല്ലേ? ഒരു ബന്ധമില്ല അല്ലേ? വിമാനത്തിൽ ക്യൂ നിൽക്കുന്നോടത്ത് പിടിച്ചോണ്ട് വന്നത്രേ. എന്തൊക്കെ കേൾക്കണം നമ്മൾ. ശരി, ഓക്കെ. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് അമിത്ഷാ തന്നെ പറഞ്ഞത് ഈ ഇലക്ഷൻ രാഹുൽ ഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക, കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയൊക്കെ സെൻട്രൽ സ്റ്റേജിൽ വന്നിരിക്കുന്നു. വിചാരിച്ചത്ര ഏകപക്ഷീയമായി ഇലക്ഷന്റെ കാര്യങ്ങൾ പോകുന്നുമില്ല. റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രവചിക്കുന്നില്ല. എങ്കിലും ഇലക്ഷൻ നറേറ്റീവിൽ കോൺഗ്രസിന് ഒരു ഈക്വൽ സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതേസമയം തന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ പലയിടത്തും ഉണ്ട് താനും. കോൺഗ്രസിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ലീഗ് ഒപ്റ്റിമിസ്റ്റിക് ആണോ? ശുഭാപ്തി വിശ്വാസികളാണോ നിങ്ങൾ? എനിക്ക് ആദ്യ പാദത്തിൽ വളരെ കുറച്ച് സമയം അനുവദിച്ചിട്ടുള്ളൂ താങ്കൾ. എനിക്ക് പലതും പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെ ശരീരത്തിനെ കുറിച്ച് 86-ലെ കാര്യം, അതിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കേണ്ടിയിരുന്നു, അത് സാധിച്ചില്ല. ഇപ്പൊ അദ്ദേഹം ഒരുപാട് കണക്കുകളോട് പറഞ്ഞു, ധാരാളം സമയമെടുത്തു. ഏതായാലും കോൺഗ്രസ് ഇവിടെ ഇല്ല ഈ ചർച്ചയിൽ. ഘടകകക്ഷി എന്നുള്ളവർക്ക് ഞങ്ങൾക്ക് അതിന്റെ ബാധ്യത. ഞാൻ വളരെ ഒരു 25 BJPക്കാർ, BJPയുടെ ഇമ്മൻസ് പദവിയിലിരുന്ന ജനപ്രതിനിധികൾ 25 എണ്ണം കോൺഗ്രസിലേക്ക് വന്ന ഒരു ചെറു ലിസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ടാണ് വായിച്ചു തരാം. അതൊന്നും അയാൾ കേൾക്കട്ടെ. മഹാരാഷ്ട്ര MP നാനാ പട്ടേൽ, മധ്യപ്രദേശ് MP അഭയ് മിശ്ര, കർണാടകയിലെ MLA കൃഷ്ണമൂർത്തി, രാജസ്ഥാൻ MLA മാനവേന്ദ്ര സിംഗ്, നാഗ്പൂർ MLA, നാഗ്പൂർ കേൾക്കണം, RSSന്റെ ആസ്ഥാനത്തുള്ള നാഗ്പൂർ MLA ആഷിഖ് ദേശ്മുഖ്, രാജസ്ഥാൻ മന്ത്രി ഉഷാ പുനിയ, രാജസ്ഥാൻ MLA നാരായണൻ ഭട്ട്, മധ്യപ്രദേശ് MLA സഞ്ജയ് ശർമ്മ, മധ്യപ്രദേശ് MLA കമലാൽ ആര്യ, ഗുജറാത്ത് MLA ഗുജറാത്തിലും കനൂഭായ് കൻസാരിയ, ഗുജറാത്തിലെ MLA വീണ്ടും ശ്യാംജി ചൗഹാൻ, മധ്യപ്രദേശ് പൊതുമരാമത്ത് മന്ത്രിയും മുൻ MP-യുമായ സർതാജ് സിംഗ്, 13 രാജസ്ഥാൻ മന്ത്രി സുരേന്ദർ ഗോയൽ, രാജസ്ഥാനിലെ BJPയുടെ ഏക മുസ്ലിം MLA ആയ റഹ്മാൻ, രാജസ്ഥാൻ BJP MP ഹരീഷ് ചന്ദ്ര, ഗുജറാത്തിലെ മന്ത്രി സുന്ദർ സിംഗ് സലഭ, രാജസ്ഥാൻ സ്പീക്കർ സുമിത്ര സിംഗ്, അരുണാചൽ പ്രദേശ് മന്ത്രി കൗമലി മോസങ്, അരുണാചൽ മന്ത്രി ലിച്ചി രേഖി, മധ്യപ്രദേശ് MLA രമേശ് സക്സേന,
ഗോവ മന്ത്രി മഹാദേവ് നായിക്, കീർത്തി ആസാദ് MP, ഗുജറാത്ത് മന്ത്രി ബിമൽ ഷാ, ഗുജറാത്ത് MLA അനിൽ പട്ടേൽ, UP-യിലെ സാവിത്രിബായി ഫൂലെ. 25 എണ്ണത്തിന് കണക്കാ പറഞ്ഞത്. അങ്ങോട്ട് മാത്രമൊന്നുമല്ല. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ ആക്രമിക്കുന്നത് അധികാരം ഉപയോഗിച്ചിട്ടാണ്. അവരുടെ ഫണ്ട് നാണമുണ്ടോ നിങ്ങൾക്ക്? അവരുടെ ഫണ്ട് എന്ത് ചെയ്യാ? ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും പാലിക്കേണ്ട മര്യാദയുണ്ട്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? ഒരു പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുകയാണ്. എത്ര വലിയ തോന്നിവാസങ്ങൾ ഈ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സൂറത്തിൽ എന്താ സൂറത്തിൽ നടന്നത്? നിങ്ങളുടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഈ കള്ളപ്പണത്തിന്റെ കറൻസി കെട്ടുകളും ഉപയോഗിച്ച് ജീവൻ ജസ്റ്റിസ് ലോസ എന്ന ഒരു ജഡ്ജിനെ വരെ തട്ടിയിട്ട നാടാണ്. ജഡ്ജിമാർ വരെ ഭയപ്പെട്ടിരിക്കുക. നിങ്ങൾ ഓരോ സ്ഥലത്തും പോയിട്ട് കോൺഗ്രസിന്റെ ഇതിനുള്ള സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോവുക, ഭീഷണിപ്പെടുത്തുക, അധികാരം ഉപയോഗിച്ച് ജയിലിലിടുന്നു പറയുക. ഞാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി, എന്നെ വന്ന് കൊല്ലും, എന്റെ മക്കൾ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിച്ചോടും. ഒരുപക്ഷെ ഇവരുടെ പാർട്ടിയിൽ ജീവൻ ഭയന്ന് ചേർന്നത് വരും. ഇതൊക്കെ ഭീരുത്തല്ലാതെ വേറെന്താ? അതേമാതിരി ശരീഅത്ത് 86 കണക്ക് പറഞ്ഞു. 86 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവനാംശ നയമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ മുസ്ലിം വനിതകൾക്ക് വിധവകളാവുന്നവർക്ക് മുൻ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യം വളരെ ചെറുതാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. ഇവിടെ നിയമ സംവിധാനത്തിന് കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? രാജീവ് ഗാന്ധി ഈ മുസ്ലിം വനിതാ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടാക്കിയത്. അതുവഴി വലിയ ഇമ്മൻസ് തുകയാണ് വിവാഹമോചിതയായ സ്ത്രീ കിട്ടുന്നത്. രാം പുരിയാനി എഴുതിയ ഏറ്റവും നല്ല ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു ഈ വിവാഹമോചനം തന്നെ 71% കുറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത് വന്നോടുകൂടി. പണ്ട് വെറും 150 രൂപ ഷാബാന ബീഗത്തിന് കിട്ടിയ എത്രയാണ്? 150 രൂപ, 160 രൂപ. അതാണ് മാറി. ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന് വലിയൊരു വിഹിതം ഒറ്റയടിക്ക് കൺസോൾട്ടേറ്റ് ആയിട്ട് കൊടുക്കണം എന്നതാണ് നിയമം വന്നത്. അത് ചെറിയ കാര്യമാണോ? മാത്രമല്ല ആ നിയമം ഈ രാജ്യത്തിലെ മറ്റു മതക്കാർക്ക് ബാധകമാക്കിയിട്ടുണ്ടോ? 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ഇവിടെ ഉണ്ടല്ലോ. ആ ആക്ട് പ്രകാരം ഓരോ മത വിഭാഗത്തിനും ആ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമാണ്. ആ ഭരണഘടനാദത്തമായി ഭരണഘടനക്ക് വയലേഷൻ ഇല്ലാത്ത രീതിയിലാണ് ആ ഇതുണ്ടാക്കിയത്. ആ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ഈ രാജീവ് ഗാന്ധിന്റെ ഈ നിയമം വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതസ്ഥന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായോ? പിന്നെ നമ്മളെ ഡോക്ടർ ഇവിടെ ഇദ്ദേഹം പറയുണ്ടായി, നമ്മുടെ സഹ പാനലിസ്റ്റ് മോഹൻ വർഗീസ് സാറ്, ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു. നിലവിൽ എന്താണ്? ഇന്ത്യ ഒരൊറ്റ കാര്യത്തിലാണ് ലോകത്തിൽ റെക്കോർഡ്. ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാം സ്ഥാനം. ബാക്കി എല്ലാം 100ന്റെ പുറത്താ. എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങളെ കയ്യിലുള്ളത്? 5ാമത്തെ സാമ്പത്തിക സ്ഥാനമാണ് പോലും. ബ്രിട്ടന്റെ മേലെ വരാൻ പോകുന്നു. എല്ലാത്തിലും ഉഗാണ്ടക്കും മറ്റേ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പറയില്ല. ഓരോ ഹാപ്പിനെസ് ലിസ്റ്റ് ഓരോന്നും എടുക്കുക, എല്ലാത്തിലും എടുക്കുക. വെറുപ്പിലും ജനസംഖ്യയിലും മാത്രമാണ് മേലെ പോയത്. വേറെ എന്താ ഉള്ളത്? മറ്റു രാജ്യക്കാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിലുള്ളത്. എത്രയാണ് ഇന്ത്യന്റെ കടം? ബ്രിട്ടന് 10 പൈസന്റെ കടമില്ല. ഇന്ത്യന്റെ കടം എത്രയാണോ ആ കടത്തിന്റെ 12,000 ഇരട്ടി കടം കൊടുത്ത രാജ്യമാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടന്റെ മേലെ വരാൻ പോകുന്നു ഇന്ത്യ എന്നൊക്കെ ഈ കള്ളത്തരം പ്രചരിപ്പിക്കുക ഇവര്. എവിടെയാണ് ഏത് സ്ഥാനത്തിലുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ എല്ലാ മേഖലയിലും എത്രയോ പിറകിലെ ഇവരെ പ്രൊപ്പകണ്ടയാണ്. കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ജോ ബൈഡന്റെ മേലെയാണ് നരേന്ദ്രമോദി സ്ഥാനം എന്നാരും ഇവരെന്നെ പണ്ട് ആണ്ടിയുടെ അടിയുടെ കഥ പറഞ്ഞ പോലെ എന്റെ ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടി? ഇപ്പടെ അദാനി അംബാനിയെ കുറിച്ച് എന്ത് പറഞ്ഞ പാക്കെന്താ? അതിൽ പറയുന്നത് കള്ളപ്പണം പിക്കപ്പിൽ കൊണ്ടുവരുന്നു എന്നാ. അപ്പൊ അദാനിയുടെ അടുത്ത് കള്ളപ്പണമാണെന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചില്ലേ? അതല്ല ഇതിന്റെ അടുത്ത് പരോക്ഷമായി സമ്മതിക്കില്ലേ? എന്താ ഇപ്പം മിണ്ടാത്തത്? ശരി, അതാണ് ചോദ്യം. ശ്രീ എ സമ്പത്ത്, അത് നമ്മൾ അധികം പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഇന്നലെ നരേന്ദ്രമോദി ചോദിച്ചു, എത്ര ചാക്ക് ബ്ലാക്ക് മണി അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ടെമ്പോ നിറച്ച് നോട്ടുകൾ എത്തിയിട്ടുണ്ടോ? അങ്ങനെ ടെമ്പോ നിറച്ച് നോട്ടുകൾ എത്തിയതുകൊണ്ട് നിങ്ങൾ അദാനിയും അംബാനിയും തമ്മിൽ എന്ത് കരാർ ഉണ്ടാക്കി? അദാനിയുമായും അംബാനിയുമായിട്ടും കോൺഗ്രസ് എന്ത് കരാർ ഉണ്ടാക്കിയെന്നാണ് ചോദിച്ചത്. രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു, ഇവര് ടെമ്പോയിലാണ് നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് തിരിച്ചും ചോദിച്ചു. ഇപ്പൊ പെട്ടെന്ന് അംബാനിയെ അതുപോലെ അദാനിയെ പൊതുവേദിയിൽ ഇങ്ങനെ ഒരു കാര്യം ചേർത്ത് പറയാൻ എന്തായിരിക്കും കാരണം? അത് അത്ഭുതകരമാണ്. ബാക്കിയൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അഭിലാഷേ, ഇപ്പോൾ ഇതിൽ ഈ BJPയുടെ പ്രതിനിധി അവർക്ക് കിട്ടാനിടയുള്ള സീറ്റുകളെ സംബന്ധിച്ചുള്ള അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അത്
മോഹങ്ങളാവാം, സ്വപ്നങ്ങളാവാം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ്ഗകുമാരികളല്ലോ, പിന്നെ അത് മോഹങ്ങൾ മരവിച്ചു, മോതിരക്കൈ മുരടിച്ചു എന്നുള്ള നിലയിലേക്കാവാം അത്തരം കാര്യങ്ങൾ. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ അത് വിമർശിക്കുന്നു, കളിയാക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുവെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ നമ്മൾ 2001 പുറത്തിറങ്ങിയ ഒരു ഈ മാനേജ്മെൻറ്റ് ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത് വിശേഷിപ്പിച്ച ഒരാളുടെ അനന്തം ചൗധരിയുടെ ഒരു പുസ്തകമുണ്ട്, കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച് എന്ന്. മുട്ട വിരിഞ്ഞ് കോഴിയാകുന്നതിന് മുമ്പ് തന്നെ ഇത് എണ്ണുക എന്ന് അനന്തം ചൗധരി എഴുതിയ ഒരു പുസ്തകം. അത് ബെസ്റ്റ് സെല്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സുകൾ പലതും അതിന് വേണ്ടത്ര അംഗീകാരമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ആക്ഷേപങ്ങൾ പിന്നീട് വരികയുണ്ടായി. അതിൽ ഈ അംബാനി, ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന അംബാനിമാരുണ്ടല്ലോ, ആ അംബാനിമാരുടെ പിതാവിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. പഴയ ബ്രിട്ടീഷ് കോളനിയായിരുന്ന യമനിൽ അദ്ദേഹം ഒരു ക്ലർക്കായി ജോലി ചെയ്യുന്ന വേളയിൽ അത്തരത്തിൽ അവിടുത്തെ നാണയത്തുട്ടുകളിൽ അന്നത്തെ ഒരു കറൻസിയുടെ നാണയത്തിൽ 1.25 വെള്ളി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഈ നിയമവിരുദ്ധമായി തന്നെ ഈ പറയുന്ന നാണയത്തുട്ടുകൾ ₹1 ₹1.25 അപ്പോൾ ഇത് ഒരു കളക്ടർക്ക് ഇതിൽ ഈ പറയുന്ന ശേഖരിക്കുന്ന ആളിന് താല്പര്യമുണ്ട് എന്ന് പത്രങ്ങളിലെല്ലാം പരസ്യപ്പെടുത്തി ഇതിങ്ങനെ വ്യാപകമായി അത്തരത്തിൽ അദ്ദേഹം ശേഖരിച്ച് ഇതെല്ലാം ഉരുക്കി വിറ്റ് ഇങ്ങനെ ഈ ഇൻഗോട്ട്സായി ബാറുകളായി വിറ്റ് അങ്ങനെ ₹1 നിന്ന് 20 പൈസയുടെ ലാഭം 5 പൈസ തന്ന ആളുകൾക്ക് കൊടുത്തു, ഈ ശേഖരിച്ച് തന്നവർക്ക്. അപ്പോൾ അങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഗുരുവിൻ്റെ പറയുന്നത്. അതിൽ തന്നെ മറ്റൊരു കാര്യവും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഇന്ത്യക്കാരുടെ കയ്യിൽ പല രീതിയിലുള്ള പണങ്ങളുണ്ട്, എങ്ങനെ ആ പണമെന്നുള്ളത് അവരുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ പലതുമുണ്ട്, ഈ പറയുന്നതെല്ലാം നമ്മളുടെ കൈകളിലേക്ക് വന്നാൽ എന്നൊക്കെ. എങ്ങനെയാണ് അംബാനി അദാനിമാരുടെ വളർച്ച ഇന്ത്യയിൽ ഉണ്ടായത്? അംബാനി അദാനിമാരുടെ വളർച്ച എന്നുള്ളത് ഞങ്ങൾ CPIM വളരെ മുമ്പേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ക്രോണി ക്യാപിറ്റലിസം എന്നുള്ളത് മാത്രമല്ല, അത് ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളവരും ഉദ്യോഗസ്ഥ പ്രമാണിമാരും ഈ കോർപ്പറേറ്റ് കുടുംബങ്ങളുടെ തലവന്മാരും ചേർന്നുള്ള ഒരു അവിശുദ്ധ ത്രികോണ സഖ്യമാണ്. അങ്ങനെയുള്ളൊരു അൺഹോളി അലയൻസ് ആണുള്ളത്. ഇന്നത്തെ BJP ഗവൺമെൻറ് എന്നുള്ളത്, BJP ഗവൺമെൻറ്റും ഈ പറയുന്ന ഇന്ത്യയിലെ 23 ശതകോടീശ്വര കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം എന്നത് നാഭീനാള ബന്ധം പോലെയാണ്. ഇതിൽ കോഴിയാണോ മൂത്തതോ മുട്ടയാണോ മൂത്തതോ എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമൊന്നും വേണ്ട. ഇവർ പരസ്പരം ഉത്സാഹികളും സഹായികളും സഹപ്രവർത്തകരുമാണ്. ഈ BJP ഗവൺമെൻറ് ഇല്ല എങ്കിൽ ഈ ശതകോടീശ്വരന്മാരില്ല, ഈ ശതകോടീശ്വരന്മാരില്ല എങ്കിൽ ഈ BJP സർക്കാർ ഇല്ല. ഇവിടെ ടെമ്പോ വാനിലാണോ കൊടുത്തയച്ചത്, ടിപ്പർ ലോറിയിലാണോ, കണ്ടെയ്നറിലാണോ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ വക്കീലന്മാരുടെ ഭാഷയിൽ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയും. ഇപ്പോൾ മറ്റൊരു അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ ഈ വക്കീലന്മാർ പറയുമ്പോൾ മോഡസ് ഓപ്പറാൻഡി അത്തരമൊരു കാര്യത്തിൽ ടെമ്പോയിൽ ഇത് ഇങ്ങനെ പണം കൊടുത്തയക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തി പറയണമെങ്കിൽ അത് ഈ വെറുതെ പറഞ്ഞതാണോ? അപ്പോൾ അതിനെക്കുറിച്ച് അറിയണ്ടേ ഈ കാര്യത്തിൽ? അച്ചം പത്തായത്തിലുമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത്. ഇന്ത്യയിൽ ഈ കോർപ്പറേറ്റ് കുടുംബങ്ങൾ, അംബാനി, അദാനി, ഇത്തരത്തിലുള്ളവർ, ഇവർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ചർച്ച വന്നത് നല്ലത്. ഞങ്ങൾ പറഞ്ഞാൽ ശരി, അത് CPIM പണ്ടും പറയും ഇപ്പോഴും പറയും ഇവരിങ്ങനെ തന്നെയാണ്, ഇവരെല്ലാം ഈ വികസന വിരോധികളാണ്, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്നായാലും സത്യം പുറത്തു വരണമല്ലോ അവർ പറഞ്ഞു എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒറ്റ മിനിറ്റിൻ്റെ കാര്യം, ഞാൻ വേറെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണത്തിനല്ല. നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിലുള്ള പോളിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് പറയുമ്പോൾ നിലവിലുള്ള ഒരു ഗവൺമെൻറ്റിന് അനുകൂലമായി വല്ലാതെ അങ്ങ് വന്ന് പോളിംഗ് ചെയ്തില്ല, അത് എതിരായിട്ട് വന്നാലേ പോളിംഗ് വർദ്ധിക്കുകയുള്ളൂ എന്നുള്ള നിലയിലാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞത്. 1984 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 63.56% പോളിംഗ്. അതിലാണ് ഇന്ത്യയുടെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും കനത്ത പോളിംഗ് ഉണ്ടായത്. അത് ശ്രീമതി ഗാന്ധിയുടെ ദാരുണമായ വധത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗമായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു കാര്യം, 2004 ശ്രീ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാവുന്നു അല്ലേ? ഒന്നാം UPA ഗവൺമെൻറ് വരുന്നു, അങ്ങനെയാണല്ലോ. ആ 2004 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി അത്തരത്തിൽ BJP വരുമ്പോൾ അന്ന് BJP ജയിക്കും എന്നെല്ലാവരും പറഞ്ഞപ്പോഴും അന്ന് 52.65% പോളിംഗാണ് നടന്നത്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ വന്നാലും അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു, ഭൂരിപക്ഷം ഇല്ലാതായി. അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അന്ന് 1977 60.49% പോളിംഗാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. 1991, അത് ഞാൻ പറയാൻ കാരണം ശ്രീ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ
ആ ഒരു വധമുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ്. പിന്നീട് അതിൻ്റെ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോഴാണ് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയത്. 56.95%. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു എങ്കിൽ പോലും 56.95% അന്നത്തെ പോളിംഗ് പെർസെൻറ്റേജ്. അതിൻ്റെ അർത്ഥം എന്നത് നിലവിലുള്ള ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് വലിയ ഒരു പ്രേമം, പ്രണയം, ഞങ്ങൾക്ക് അവരോട് കടപ്പാട്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹമാരാ സർക്കാർ ഹേ എന്നുള്ള നിലയിലേക്ക് വന്ന് ആലിംഗനം ചെയ്യുന്ന നിലയിലേക്ക് ജനങ്ങൾ ഓടി അങ്ങനെ വരുന്നുവെങ്കിൽ, പഴയ പൈഡ് പൈപ്പർ എന്ന ഒരു ക്ലാസിക് ഉണ്ടല്ലോ കുട്ടികൾ പഠിക്കുന്നതായിട്ടുള്ള, അങ്ങനെ കുഴലൂതി കൊണ്ടുപോകുന്ന ആ കുഴലൂത്തുകാരൻ്റെ പുറകെ തന്നെ കുട്ടികളെല്ലാം പോകുന്നത് പോലെ പോയാൽ മാത്രമേ ആ പോളിംഗ് പെർസെൻറ്റേജിൽ വർധനമുണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. ബാക്കിയെല്ലാം ഗവൺമെൻറ്റിനോടുള്ള അത്തരത്തിലുള്ള ഒരു വിപ്രതിപത്തി എന്നുള്ളത്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നിസ്സംഗത എന്നുള്ളത്, അതാണ് ഈ കാണുന്നത്. ഇവിടെ ആ ഗ്യാരണ്ടി എന്നുള്ളത് പൊള്ളയായ വാഗ്ദാനം ആയിരുന്നു എന്നുള്ളത് ജീവിതാനുഭവങ്ങളിൽ ജനങ്ങൾ ലൈവ്ലിഹുഡ് ഇഷ്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്തതെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. ഓക്കെ ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, പോളിംഗ് പെർസെന്റിനെ കുറിച്ച് പലതരത്തിലുള്ള വിശകലനങ്ങൾ സാധ്യമാണ്. പെട്ടി പൊട്ടിക്കാതെ നമുക്ക് അന്തിമമായി ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിലും പോളിംഗ് കുറഞ്ഞത് ഒരാശങ്ക ഭരണമുന്നണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 400+ എന്നുള്ളത് സാധ്യമാകുമോ എന്ന ആശങ്ക നല്ലവണ്ണമുണ്ട്. അതിന് അനുസൃതമായിട്ടുള്ള ചില പ്രതികരണങ്ങളും വരുന്നുമുണ്ട്. അതിനപ്പുറത്ത് ഈ ലൈവ്ലിഹുഡ് ഇഷ്യൂസ്, തൊഴിലില്ലായ്മ, അഗ്നിവീർ പോലെയുള്ള വിഷയങ്ങൾ, ഒപ്പം ജാതി കലഹങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്തിലും മറ്റുമൊക്കെയുള്ള ജാതി കലഹങ്ങൾ, ഇതൊക്കെ പോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആന്റി മുസ്ലിം റട്ടറിക്ക് കൊണ്ട് മാത്രം ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിൽ മറ്റിപ്പോൾ തൊഴിലില്ലായ്മ, അതല്ലെങ്കിൽ വിലക്കയറ്റം, അതുപോലെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത്, ഈ പറഞ്ഞതുപോലെയുള്ള ആഭ്യന്തര വിഷയങ്ങൾ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ നിൽക്കുമ്പോൾ ആന്റി മുസ്ലിം റട്ടറിക്ക് പറഞ്ഞാൽ ഇതിനൊക്കെ മാറ്റി അതിൻ്റെ പുറത്ത് കഴിഞ്ഞ തവണ പുൽവാമ ബലാക്കോട്ട് മോഡലിൽ ഉണ്ടായ വേവ് ഇത്തവണ ഇതിൻ്റെ പുറത്തുണ്ടാവുമോ? ശ്രീ അഭിലാഷ്, തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ 2024 തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാകാൻ പോവുകയാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു തരംഗമുണ്ടായിരുന്നു. 2019 വ്യക്തമായ തരംഗമുണ്ടായിരുന്നു. പുൽവാമ ബാലക്കോട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു തരംഗമുണ്ടായിരുന്നു. ആ തരംഗത്തിന് പ്രയോജനം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഇപ്രാവശ്യം മൾട്ടിപ്പിൾ ഇഷ്യൂസ് ആണ്. അത് യഥാർത്ഥത്തിൽ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് തന്നെയാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ചില വിഷയങ്ങൾ അതിന് മോദി മറുപടി പറഞ്ഞു തുടങ്ങി. ഒരു ബലവാനായ ആളതിന് മറുപടി പറയൽ അവഗണിക്കത്തേ ഉള്ളൂ. സ്വല്പം ബലഹീനത സംഭവിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. കാരണം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നു എൻ്റെ നിഗമനം. പക്ഷേ അത് മാറി വരുന്നു. കാരണം ഇതാണ്, 5 കാരണങ്ങളാൽ ഇപ്പോൾ BJP ഭാഗികമായി പ്രതിരോധത്തിലാണ്. ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് വിത്ത് എ റെഡ്യൂസ്ഡ് മാർജിൻ, വളരെയധികം റെഡ്യൂസ്ഡ് മാർജിനിലാണ് വിജയിക്കുന്നതെന്ന് കരുതിയതിന് ശേഷമാണ് ഞാൻ ഈ 5 നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അതിലൊന്ന്, മുഖ്യധാര മാധ്യമങ്ങൾ, ദേശീയ തലത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ ചെറിയ തോതിൽ ചുവടുമാറ്റം നടത്തി. സി ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള CEO ഇപ്പോൾ BJPയുടെ വലിയ തോതിലുള്ള ഒരു ലൈവ് പ്രചരണം അത് നേരിട്ട് TV-യിൽ ഉടനെ കാണിക്കേണ്ട എന്ന നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഒരുപക്ഷെ ഈ മാധ്യമ ഹൗസുകളൊക്കെ നടത്തിയ സർവേകൾ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് ജൂൺ 1 തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ മാത്രമാണ്. എക്സിറ്റ് പോളുകൾ ഒരുപക്ഷെ പ്രചരിപ്പിക്കാൻ കഴിയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോഴും മാധ്യമ മുതലാളിമാർക്ക് അറിയാം എന്താണ് എക്സിറ്റ് പോളിൽ സംഭവിച്ചത് എന്നത്. അതൊരു സൂചനയായി കണ്ടുകൊണ്ടാണ് ഒരു മെല്ലെപ്പോക്ക്. അതുകൊണ്ട് മോദി അനുകൂല മീഡിയ അല്ലെങ്കിൽ ഗോദി മീഡിയ എന്നൊക്കെ പറഞ്ഞ് പലരും പരിഹസിച്ചിരുന്ന ആ മാധ്യമങ്ങൾ പതിയെ ചുവട് മാറിച്ചോട്ടുന്നു. അതാണൊന്ന്. രണ്ടാമത് വന്നത് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പം നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ചലനങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയത്തിലെ ഏത് സൂക്ഷ്മമായ ചലനവും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളത് വളരെയധികം നെർവസ്നെസ് ഉണ്ടാക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ. നോക്കൂ, ഇന്നത്തെ ദിവസം 1.24% സെൻസെക്സിൽ, ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സിൽ വന്ന ഇടിവ്. ഇതൊക്കെ അത് മാത്രമല്ല, വോളറ്റൈലിറ്റി ഇൻഡെക്സ് നോക്കൂ. ഇതിൻ്റെ വോളറ്റൈലിറ്റി കഴിഞ്ഞ ഒരു മാസമായി, ഏപ്രിൽ പകുതിയിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിൽ പിന്നെ ഒരു മാസമായി അതികഠിനമായ വോളറ്റൈലിറ്റി, അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡുകളാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംഭവിക്കുന്നത്. ഒരു കൃത്യമായ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. BJP ജയിക്കും എന്ന ട്രെൻഡാണെങ്കിൽ അവർ ഒരുപക്ഷെ കോർപ്പറേറ്റ് സൗഹൃദമാകും എന്ന ജനറൽ വിലയിരുത്തലിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ അല്ല സംഭവിക്കുന്നത്, വളരെ വോളറ്റൈലാണ്. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ബെറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. അനൗപചാരികമായി നടക്കുന്നതാണ് ഊഹക്കച്ചവടം. ഈ ബെറ്റിംഗ് എന്ന് പറയുന്ന ഒരു നിഗമനത്തിലെത്താമെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ ബെറ്റിംഗ് സിൻഡിക്കേറ്റ്
സിൻഡിക്കേറ്റുകൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത് ഒരുപക്ഷെ 320-നും 360-നും ഇടയ്ക്ക് സീറ്റുകൾ, ശരാശരി 340 സീറ്റ് NDA സഖ്യത്തിന് ലഭിക്കും. കംഫർട്ടബിളായി അവർ പറഞ്ഞ 400-ൽ എത്തില്ലായിരിക്കാം, BJPക്ക് 370-ൽ എത്തില്ലായിരിക്കും, പക്ഷേ 330-340 സീറ്റുകൾ ഉറപ്പായി ലഭിക്കും എന്നതിൽ നിന്നും ഇപ്പോൾ ബെറ്റിംഗ് സിൻഡിക്കേറ്റിന്റെ നിഗമനം 240-250 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അപ്പോഴും BJP തന്നെ ഭരണത്തിലെത്തും എന്നുറപ്പാണ്. ഇതാണ് മൂന്നാമത്തെ ട്രെൻഡ്. അതും ഒരുപക്ഷെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നാലാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മോദി തന്നെ കാട്ടുന്ന ഇപ്പോൾ അമിത ആവേശമാണ്. ഈ വർഗീയ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്നത് ഒരുപക്ഷെ വികസന റെറ്ററിക്ക് ഏൽക്കുന്നില്ല. ഇതെന്റെ ഗ്യാരണ്ടിയാണ്, വികസിത ഭാരതമാക്കും, 2047-ൽ ഭാരതത്തെ വികസിത രാജ്യമാക്കും, 100 വർഷത്തെ സ്വാതന്ത്ര്യത്തിൽ ഭാരതത്തെ വികസിത രാജ്യമാക്കും എന്ന് പറയുന്ന ആ ഗ്യാരണ്ടി വേണ്ട രീതിയിൽ ചെലവാകാത്തത് കൊണ്ടാണ് ഒരു പോസിറ്റീവ് വോട്ട് എന്നുള്ള നിലയിൽ വോട്ടർമാർ ഇരച്ച് പോളിംഗ് ബൂത്തിൽ എത്താത്തതും സംവിധാനം കുറഞ്ഞതും. പ്രത്യേകിച്ചും BJPയുടെ സ്ട്രോങ് ഹോൾഡുകൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വളരെ വലിയ ഭീതിതമായ രീതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുന്നതും വളരെ ശരിയാണ്. അഞ്ചാമത്തെ ഒരു കാരണം, അത് വളരെ പ്രധാനമാണ്. കാരണം ജാതികളുടെ ഒരു എഞ്ചിനീയറിംഗ് ആണ് BJPയെ വിജയത്തിലെത്തിച്ചത്. എക്കാലത്തും വർഗീയത പറയുമ്പോഴും ജാതി എഞ്ചിനീയറിംഗ് വളരെ സമർത്ഥമായി ചെയ്തിരുന്നു. അതിൽ മുഖ്യമായി എക്കാലത്തും BJPയോടൊപ്പം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യത്തോട് സഖ്യത്തോടൊപ്പം ഉറച്ചു നിന്ന ജാതികളാണ്. ഠാക്കൂർ വിഭാഗങ്ങൾ, ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെയുള്ള ഠാക്കൂർ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ രാജപുത്ര വിഭാഗം, ഇവിടെ എല്ലാം ആ വിഭാഗങ്ങൾ എക്കാലത്തും ഉണ്ടായ ജാതി സമവാക്യങ്ങളിൽ മാറ്റം വരുന്നു. അതുമാത്രമല്ല OBC റെറ്ററിക് മുൻകാലത്തെ പോലെ ഇറക്കുന്നില്ല. സമർത്ഥമായ രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ നോൺ യാദവ്, നോൺ മുസ്ലിം OBCകളെ കൂടെ നിർത്താൻ അഖിലേഷ് യാദവും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നു. ദളിത് വോട്ടുകളും BJPയിലേക്ക് ചായുന്നത് മാറ്റി ഇന്ത്യ മുന്നണിയിലേക്ക് ചായാനുള്ള സാധ്യത കാണുന്നു. അത് മാത്രമല്ല ജാട്ടുകളും മുസ്ലിങ്ങളും തമ്മിൽ വിരുദ്ധമായ രീതിയിൽ എപ്പോഴും പോളിംഗിന് പോയി അത് ഉറപ്പുവരുത്തിയിരുന്നു BJP. പക്ഷേ ഇപ്രാവശ്യം പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഉൾപ്പെടെ ജാട്ടുകളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഒരു പക്ഷേ നിൽക്കുന്നു എന്നതെല്ലാം തന്നെ ജാതി സമവാക്യങ്ങളും OBC സമവാക്യങ്ങളും BJPക്ക് അനുകൂലമല്ല എന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് BJP is on a shaking wicket. ഭരണത്തിലെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ അത് they are on a very shaky wicket now. ശരി, VP ശ്രീ പത്മനാഭൻ എന്ന് മാത്രമല്ല 3 ഫേസ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി ചങ്ങാതിമാരെ കുറ്റം പറഞ്ഞു തുടങ്ങി എന്ന് ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് കേട്ടു. ഇപ്പോൾ അദാനിയും അംബാനിയും ടെമ്പോയിൽ കള്ളപ്പണം കൊടുക്കുന്നുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് എങ്ങനെ അറിയാം? പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അംബാനിയുടെയും അദാനിയുടെയും ഗോഡൌണിൽ നിന്ന് വരുന്ന ടെമ്പോകളിൽ ചിലതെങ്കിലും കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? വേണമെങ്കിൽ കോൺഗ്രസും ജയിക്കാമെന്ന് അംബാനിക്കും അദാനിക്കും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ നടത്തിയ വിശകലനങ്ങളുടെ വീഡിയോ അതൊരു കോമ്പിനേഷനാക്കി ഞങ്ങൾ അടുത്ത ദിവസം പുറത്തു വിടുന്നുണ്ട്. ഭയങ്കര തമാശയാണ്. അവിടെ മോഡി ഇല്ല, രാഹുൽ മാത്രമേ ഉള്ളൂ. അന്ന് ഞങ്ങൾ പറഞ്ഞു ദാ അമേഠി തോൽക്കൂട്ടോ. ഇന്ന് ഇതാ അഭിലാഷേ, ഞാൻ കൃത്യമായി പറയുന്നു, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തോൽക്കും. മോഹൻ വർഗീസെ നമുക്ക് ജൂൺ 4-ാം തീയതി കാണാം. നിങ്ങളും ഞാനും ഏതെങ്കിലും ഒരു ചാനലിൽ കണ്ടുമുട്ടും. നിങ്ങൾ പറഞ്ഞല്ലോ BJP ഈസ് ഓൺ എ ഷേക്കി വിക്കറ്റ് എന്ന്. രാഹുൽ ഗാന്ധി ഈസ് ഓൺ എ ബ്രോക്കൺ വിക്കറ്റ്. പൊട്ടിപ്പാളീസാവാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അന്ന് സംസാരിക്കാം ആ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു എതിരാളികളുടെ പ്രകടന പത്രികയിലും എതിരാളികൾ പറയുന്നതുമായ കാര്യങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എതിരാളി പൊട്ടത്തരം പറഞ്ഞാൽ, വിവരക്കേട് പറഞ്ഞാൽ ഞങ്ങളത് ഉപയോഗിക്കണ്ടേ? ആ കാര്യത്തിൽ നരേന്ദ്രമോദി ഭാഗ്യവാനാണ്. 2007 ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അന്ന് സോണിയാഗാന്ധി നരേന്ദ്രമോദിയെ മോത്ത് കെ സൗദാഗർ എന്ന് വിളിച്ചു. അതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല കോൺഗ്രസിന്, ഇന്നും മാറിയിട്ടില്ല ഗുജറാത്തിൽ കോൺഗ്രസിന്. 2014 തെരഞ്ഞെടുപ്പ് ഒരു ദിവസം മണിശങ്കരയ്യർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ചായ് വാല ഇയാൾക്ക് വേണമെങ്കിൽ AICC ഓഫീസിന് മുന്നിൽ ചായ പീടിക തുടങ്ങാൻ സ്ഥലം കൊടുക്കാൻ. അന്നാണ് ചായ് പേ ചർച്ച വന്നത്. ഇത്തവണ ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി പറഞ്ഞ അബദ്ധം, ഈ സ്വത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ അതിൽ കയറി പിടിക്കും, അത് ഞങ്ങളുടെ സാമർത്ഥ്യം. പിന്നെ അഭിലാഷ് ഒന്ന് കണ്ണാടി നോക്കണം. ഞാനും നോക്കി ഇന്ന് രാവിലെ, എൻ്റെ മുഖത്ത് എവിടെയെങ്കിലും ആഫ്രിക്കക്കാരൻ്റെ ഛായ ഉണ്ടോയെന്ന്. ഒരു മഹാനായ കോൺഗ്രസ് എവിടുന്ന് കിട്ടിൻ്റെ കോൺഗ്രസ്സുകാരാണ് ഈ സാധനത്തിന്? ഈ ദക്ഷിണേന്ത്യക്കാരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്.
ഞാനൊന്നും പറയുന്നില്ല. നമ്മളൊക്കെ ഒന്ന് കണ്ണാടി നോക്കണം, എവിടെയാണ് ആഫ്രിക്കക്കാരൻ്റെ ചിത്രം ഉള്ളതെന്ന്, നമ്മുടെ ഛായ ഉള്ളതെന്ന്. ഇങ്ങനെ പൊട്ടത്തരം കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ഞങ്ങളത് ഏറ്റുപിടിക്കണ്ടേ? ഞങ്ങളത് ഏറ്റുപിടിക്കും. അതിൽ കൂടാത്തത് ബാക്കി തന്നത് സൽമാൻ ഖുർഷിദിന്റെ കുടുംബക്കാരൻ ലാലു പ്രസാദ് യാദവ്, ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നെ നിങ്ങൾ പറയുന്നത് എന്താ വികസനം പറയാത്തതെന്ന്? 2000 ഉറുപ്പ്യ എല്ലാ 3 മാസം കൂടുമ്പോഴും കിട്ടുന്ന കൃഷിക്കാരനറിയാം ഇത് കൊണ്ടുവന്ന് മോഡിയാന്ന്. ആശുപത്രി പോയാൽ ബില്ലടക്കേണ്ട ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് കൊടുക്കുന്ന സാധാരണക്കാരനറിയാം ഇത് മോഡിയാ തന്നതെന്ന്. റേഷൻ പീടിയെ പോകുമ്പോൾ 5 കിലോ അരിയോ ഗോതമ്പോ ഓരോ കിലോ പയർവർഗ്ഗങ്ങളോ സൗജന്യം കിട്ടുമ്പോൾ അവനറിയാം ഇത് മോഡിയാ തന്നതെന്ന്. 11.5 കോടി വീട്ടിൽ സൗജന്യ പാചകവാതക കണക്ഷൻ ഉണ്ട്, ഓർക്കറിയാം ഇത് മോഡിയാ തന്നത്. ഇത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയൊന്നും വേണ്ട. പിന്നെ ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും ഭാരതത്തിലെ നാനാഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ അയോധ്യയിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ അങ്ങോട്ട് തീർത്ഥയാത്രയാ, പലരും ഇലക്ഷൻ കഴിയാൻ കാത്തുന്നതാ. ഇത് കൊണ്ടുവന്നത് റാം ലാലയെ അവിടെ സ്ഥാപിച്ചത് അത് നരേന്ദ്രമോദിയാണെന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന് അറിയാം. ഇതൊന്നും ഞങ്ങൾ പ്രസംഗിക്കണ്ട. പിന്നെ ഈ ആൾക്കാർ പൊട്ടത്തരം വിളിച്ചു പറയുമ്പോൾ അതൊരു വടിയാ. ഞങ്ങൾക്കൊരു വടി കിട്ടിയാൽ അത് പൊട്ടുന്നവരെ ഞങ്ങൾ അടിക്കും. പിന്നെ ഒന്നും കൂടി, സമ്പത്തിനോട് ഞങ്ങൾ മത്സരിക്കുന്നത് 400 സീറ്റ് വേണ്ടിയാ, അല്ലാണ്ട് എലിപ്പട്ടി മരപ്പട്ടി ആവാതിരിക്കാനല്ല ചിഹ്നം കേട്ടോ. ചിഹ്നം എലിപ്പട്ടി മരപ്പട്ടി ആവാതിരിക്കാനല്ല, ഞങ്ങൾ 400 തന്നെയാ മത്സരിക്കുന്നത്. നമുക്ക് 4-ാം തീയതി കാണാം. നിങ്ങൾ എലിപ്പട്ടി മരപ്പട്ടി ആവാതെ നോക്കിയാൽ മതി. ഒരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞു. ചർച്ച അവസാന മിനിറ്റിലാണ്. ശ്രീ ഷാഫി ചാലിയം, ഒരു തരംഗത്തിന്റെ അഭാവമുണ്ട്. ഞാൻ ഈ ഇടവേളയിലേക്ക് പോയപ്പോൾ ശ്രുതി കപിലയുടെ ഒരു ലേഖനം വായിക്കുകയായിരുന്നു. അവർ പറയുന്നത് പൊളിറ്റിക്കൽ സെന്റിമെന്റ് ഇന്ത്യയിൽ ഒരു ഷിഫ്റ്റിന് വിധേയമായിട്ടുണ്ടെന്നാണ്. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് എടുക്കാനുള്ള കരുത്ത്, ഓർഗനൈസേഷൻ പ്രതിപക്ഷത്തിനുണ്ടോ എന്നതാണ് പ്രശ്നം. ഇപ്പോൾ സ്വന്തം കേഡർ വോട്ടുകൾ പോൾ ചെയ്യിച്ചാലും BJPക്ക് ജയിക്കാൻ കഴിയുന്ന സ്റ്റേറ്റുകളുള്ള ഈ രാജ്യത്ത് പ്രതിപക്ഷം വളരെ ദുർബലമാണ് എന്നുള്ള ഫാക്ട് അവിടെ നിൽക്കുന്നു. അല്ല, ഈ അവർ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഈ 400 സീറ്റ് വിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറയുമ്പോൾ തന്നെ ഈ രാജ്യത്ത് വളരെ കൃത്യമായി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വന്നു. അതായത് ഇപ്പം നിലവിൽ BJP പരമാവധിയാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും നേടിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇനി നേടാൻ സീറ്റ് വേണ്ടേ? അപ്പൊ എവിടെ പോയിട്ട് ഈ സീറ്റ് എങ്ങനെയാണ് നേടുക? അപ്പൊ ആദ്യത്തെ ഈ 400 എന്നത് വലിയൊരു വൻ ബടായി മാറി. അതിനെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് തന്നെ എല്ലാവരും തകർത്തു. പിന്നെ എല്ലാവരും ഓരോ സ്റ്റേറ്റ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചോട് കൂടിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല, അത് വളഞ്ഞിട്ട് പിടിക്കുകയാണ്. കാരണം ഒന്നാമത് എന്തൊക്കെയാ കെജ്രിവാളിനെ ജയിലിലിട്ടത് BJPക്കെതിരായ വൻ രോഷാണ്. അതേപോലെ തന്നെ ഷിബു സോറനെ ഇട്ടത്. എത്ര മനുഷ്യന്മാര് ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ അത്തിടുക. രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ട് വരും. ആ പാവം സാധുക്കളായി CPIയിലെ അക്കൗണ്ടൊക്കെ പറയിപ്പിച്ചെന്ന് പറഞ്ഞാൽ എവിടെ വരെ എത്തി നിങ്ങൾ? ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാണ്. വിവിധ രാജ്യങ്ങൾ, ജർമ്മനി പ്രതികരിച്ചു, അതുപോലെ തന്നെ അമേരിക്ക പ്രതികരിക്കാൻ വന്നു. അന്റോണിയോ ഗുട്ടറസിന്റെ ഐക്യരാഷ്ട്ര UN ഓഫീസ് പ്രതികരിച്ചു. കാരണം തോന്നിയാസാണ് ഒരു രാജ്യത്ത് നടക്കുന്നത്. ഇങ്ങനെയാണോ ജയിക്കേണ്ടത്? അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഇവർ പറഞ്ഞല്ലോ, മറ്റേ ആഫ്രിക്കന്റെ കണക്കൊക്കെ പറഞ്ഞു. ഇവിടെ സോമാലിയനോട് നമ്മുടെ കേരളത്തിലെ ഉപമിച്ച ഒരു നേതാവിന്റെ അനുയായിയാണ് ഈ പത്മനാഭൻ. മനസ്സിലായോ? അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ആ കണക്കുകളിലേക്കൊന്നും പോകണ്ട. പക്ഷേ മോഹൻ വർഗീസ് നടത്തിയ 2ാം പാദത്തിന്റെ നിരീക്ഷണം വളരെ മെറിറ്റബിൾ ആണ്. കാരണം അദ്ദേഹം കൃത്യമായി ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, നമുക്ക് എന്തായാലും കാണാം. 4-ാം തീയതി എല്ലാവരും വെയിറ്റ് ചെയ്യാണല്ലോ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.